കോഫി ആൻഡ് ക്യാൻസർ ഈ രണ്ടിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? പണ്ട് 1991 ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ടായിരുന്നു കോഫി കുടിച്ചാൽ ക്യാൻസർ വരും. പക്ഷേ ഈ സ്റ്റഡീസ് എല്ലാം അനിമൽസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ആൻഡ് ഇത് നല്ലൊരു വെൽ ഒബ്സർവ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും അല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ആഫ്റ്റർ 2010 ഈ മോഡേൺ സയൻസിനെ പറയാനുള്ള കംപ്ലീറ്റ്ലി വേറെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. മൾട്ടിപ്പിൾ സ്റ്റഡീസ് സ്ഥിരമായിട്ട് കാണിക്കുന്നത് കോഫി ഈസ് ലിങ്ക്ഡ് വിത്ത് ലോവർ റിസ്ക് ഓഫ് ക്യാൻസർ, അതും വേരിയസ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്. ഒരാൾക്ക് എത്ര കപ്പ് ഓഫ് കോഫി കുടിക്കാം, അത് ഓരോ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിരിക്കും. 2 തൊട്ട് 4 കപ്പാണ് ഐഡിയൽ. പിന്നെ എത്ര കപ്പ് കുടിക്കാന്നുള്ളത് പല പല ഫാക്ടേഴ്സിനെയും അനുസരിച്ചിരിക്കും. ലൈക്ക് കോഫി ടോളറൻസ്, ജെനറ്റിക്സ്, സ്ലീപ്പ് അല്ലെങ്കിൽ എക്സസൈസ് ആക്ടിവിറ്റി, അങ്ങനെ പല പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോഫി ഒരു മാജിക്കൽ ഡ്രിങ്ക് ഒന്നുമല്ല. ബട്ട് റീസെർച്ച് കൺസ്റ്റന്റ്ലി ഷോസ് ദാറ്റ് കോഫി ഇസ് അസോസിയേറ്റഡ് വിത്ത് ലോവർ റിസ്ക് ഓഫ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ കോഫിക്ക് എന്തായാലും ഒരു പ്രൊഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അടുത്തൊരു മെയിൻ കാര്യമാണ് ടെമ്പറേച്ചർ. നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് 65 ഡിഗ്രി സെൽഷ്യസോ അതോ അതിന് കൂടുതലോ ആയിട്ടാണ് കോഫി കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ചില ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഈസോഫാഗസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. സോ ഫുഡ് റീസെർച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 54 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. എൻജോയ് കോഫി ആൻഡ് ടാഗ് യുവർ കോഫി ഫ്രണ്ട്.